കെ.പി.സി.സിയുടെ ഭാരവാഹി മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്തേക്ക് കെ കരുണാകരന്റെ മകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നതിനെ ആയിരിക്കും കേരളത്തിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയോടുകൂടി നേരിടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ധ്രുവൻ ചക്രവർത്തി കൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വത്തിൽ മുതിർന്ന നേതാക്കൾക്കും സിറ്റിംഗ് എംപിമാർക്കും അതൃപ്തിയുണ്ട്. അതിനോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്കുള്ള വിവരങ്ങൾ പുറത്തുവന്ന ഒരു ഘട്ടമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ആകെ വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ധ്രുവൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജിതമായ AICC ആസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സമാനമായി ദില്ലിയിൽ തുടർന്നുകൊണ്ട് ഇപ്പോൾ BJP അംഗത്വം സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പത്മജ വേണുഗോപാൽ കടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച സ്ഥിരീകരണം കാത്തിരിക്കുകയാണെങ്കിൽ കൂടിയും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നൊരു വാർത്തയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും കേരളത്തിൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്ന ഒരു ഘട്ടം. ഈ സ്ഥാനാർത്ഥി നിർണയം എംപിമാരുടെ കാര്യം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം പ്രതിഷേധവുമായി പരസ്യ പ്രതിഷേധവുമായി കൊടിക്കുന്നിൽ സുരേഷ് വരുന്നു. മത്സരിക്കാൻ താല്പര്യം ഉണ്ട് അല്ലെങ്കിൽ വിമുഖതയില്ല എന്ന് കാണിച്ചുകൊണ്ട് KC വേണുഗോപാലിന്റെ പ്രസ്താവന വരുന്നു. ഇങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യമാണ്. കേരളത്തിൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് ധ്രുവൻ? കാവ്യ, വളരെ ഗൗരവതരമായ അന്തരീക്ഷം തന്നെയാണ് കേരളത്തെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സിബി അവസാനിപ്പിച്ച ഇടത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒന്ന് കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ മുതിർന്ന നേതാവ് എന്ന വനിതാ നേതാവ് എന്നുള്ള പരിവേഷമുണ്ട്. അങ്ങനെ ഒരു നേതാവിൻ്റെ മകൾ BJPയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ പോവുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. രണ്ട് നേതാക്കളാണ്, ഒന്ന് കരുണാകരനും മറ്റൊന്ന് AK ആൻ്റണിയും. രണ്ടുപേരും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു. AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഇപ്പോൾ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയാണ്. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ കൂടി പോവുകയാണെങ്കിൽ വടകരയിലെ കോൺഗ്രസിൻ്റെ നിലവിലെ സിറ്റിംഗ് MP-യാണ് കരുണാകരൻ്റെ മകനായിട്ടുള്ള മുരളീധരൻ. അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം കൂടിയുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള വനിതാ നേതാവ് കൂടിയായിട്ടുള്ള പത്മജ വേണുഗോപാൽ BJP പാളയത്തിൽ എത്തുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്ത് പറയും എന്നതാണ് ഏറ്റവും ഗൗരവതരമായ വിഷയം. പല സംസ്ഥാനങ്ങളിൽ നിന്നും KPCC അവരുടെ ആ സംസ്ഥാനങ്ങളിലെ PCC അധ്യക്ഷന്മാർ, അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരടക്കം മുൻ മുഖ്യമന്ത്രിമാരടക്കം BJPയിലേക്ക് പോകുന്ന ഒരു ഒഴുക്ക് കാണുന്നുണ്ട്. കേരളത്തിൽ അത് സർവ്വസാധാരണമല്ല. അനിൽ ആൻ്റണി പോയതിൻ്റെ തന്നെ ഞെട്ടൽ മാറാത്ത അവസ്ഥയിൽ കരുണാകരൻ്റെ മകൾ കൂടി പോവുകയാണെങ്കിൽ വലിയ ആഘാതമായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാകുക. നേരത്തെ സിബി സൂചിപ്പിച്ചതുപോലെ വനിതാ രംഗത്ത് സജീവമായിട്ടുള്ളൊരു നേതാവാണ്. 2004 മുകുന്ദപുരത്ത് കരുണാകരൻ്റെ പ്രതാപകാലത്ത് മുകുന്ദപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് പത്മജ വേണുഗോപാൽ. കഴിഞ്ഞ തവണയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ചു, നിയമസഭയിൽ മത്സരിച്ചു. രണ്ടിടത്തും പരാജയപ്പെട്ടു പോയി. രണ്ടിടത്തും കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ കാലുവാരി എന്ന നിഗമനമാണ് പത്മജ വേണുഗോപാൽ അന്നേ ഉള്ളത്. ഇപ്പോൾ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പത്മജ വേണുഗോപാൽ നൽകിയിരുന്നു. ആ പരാതികളൊന്നും KPCC നേതൃത്വം പരിഗണിച്ചില്ല. തനിക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല എന്നതാണ്. ഇപ്പോൾ അവസാനം കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗം കൂടിയാണ് പത്മജ വേണുഗോപാൽ. അവർ സിബി പറയുന്ന വിവരം അനുസരിച്ച് 2 ദിവസം മുമ്പ് തന്നെ അവർ ദില്ലിയിലുണ്ട്. ദില്ലിയിൽ ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അവർ പോയിരിക്കുകയാണ് എന്നതാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണമായി പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദയുമായി അവർ ചർച്ച നടത്തിയിരുന്നു. അനിൽ ആൻ്റണിയുടെ BJP പ്രവേശനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് പൊടുന്നതിനെ ഉച്ചയോടുകൂടി BJP കാര്യാലയത്തിൽ, ദേശീയ കാര്യാലയത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് അനിൽ ആൻ്റണി BJPയിലേക്ക് പോയത്. അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ കൂടി BJPക്ക് അവരുടെ പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ കനത്ത തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് നൽകാനാകുക. ഒന്ന്, രാഹുൽ ഗാന്ധി വയനാട് പോലുള്ള മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഒരു കോൺഗ്രസിൻ്റെ ഒരു സമുന്നതരായ ഒരു നേതാവിൻ്റെ മകൾ നിലവിലുള്ള ഒരു വനിതാ നേതാവിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വലിയ തരത്തിലേക്കുള്ള ചർച്ചയിലേക്ക് പോകും. നേരത്തെ തന്നെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചരണം എന്ന് പറയുന്നത് BJPയിലെ MP-മാർ, നിലവിലുള്ള കോൺഗ്രസ് MP-മാർക്ക് നിലവിൽ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് BJPക്കുള്ള വോട്ടായി മാറും. എങ്ങനെയാണ് ഇവർ കോൺഗ്രസ് തുടരുക എന്ന് വിശ്വസിക്കാൻ കഴിയും. കാരണം ഇപ്പം നിലവിലുള്ളവർക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ സ്വാഭാവികമായും അടുത്ത് BJPയിലേക്ക് പാളയത്തിലേക്ക് പോകുന്ന ഒരു ഒഴുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ
നേതാക്കൾ വിശ്വസിക്കരുത് എന്ന പ്രചരണമാണ് കേരളത്തിൽ ഇടതുപക്ഷം നൽകുന്നത്. അതുകൂടി സാധൂകരിക്കുന്ന തരത്തിലേക്ക് ഓരോ നേതാക്കളും BJPയിലേക്ക് പോകുന്നു. അതുകൊണ്ട് VD സതീശനും K സുധാകരനും വരുന്ന ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളിൽ മറുപടി പറഞ്ഞ് മടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മറ്റൊരു കാര്യം കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. നേരത്തെ സിബി സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള അനിശ്ചിതത്വമുണ്ട്. സിറ്റിംഗ് എംപിമാരെ മാറ്റണമെന്ന് കനകൂലിയുടെ റിപ്പോർട്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വരുമോ വരില്ലേ എന്ന ആശങ്ക. രാഹുൽ വന്നാലും ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന നിലപാട് KC വേണുഗോപാൽ. അങ്ങനെയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിലെ 2 നേതാക്കളും കേരളത്തിൽ തന്നെ മത്സരിക്കുന്നു. ഇന്ത്യ സഖ്യം പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ ബദൽ ആലോചിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിനെ എതിർക്കാൻ 2 നേതാക്കളും കേരളത്തിലെത്തുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. ഒപ്പം തന്നെ കനകോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആലത്തൂർ, ഒപ്പം തന്നെ കൊടുക്കുന്നിൽ മത്സരിക്കുന്ന മാവേലിക്കര, ഒപ്പം ഈ പത്തനംതിട്ട തുടങ്ങിയ സീറ്റുകളിൽ ആശങ്കയുണ്ട്. K സുധാകരന് സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല. സുധാകരന് മാറണമെന്ന് താല്പര്യമുണ്ട്. പകരം ജയന്തിൻ്റെ പേരാണ് സുധാകരൻ മുന്നോട്ട് വെച്ചത്. സുധാകരൻ്റെ പിന്മാറണമെന്ന ആവശ്യം ദേശീയ നേതൃത്വം അംഗീകരിക്കുമോ? സുധാകരൻ വന്നില്ല എങ്കിൽ അവിടെ പകരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആര്? ഈ KC വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ ആലപ്പുഴയിൽ പകരം ആരെ നിർത്തും? ഒപ്പം തന്നെ വയനാട് രാഹുൽ ഗാന്ധി എത്തുമോ? അങ്ങനെയുള്ള പലതരത്തിലുള്ള ആശങ്കയുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ആദ്യഘട്ടം തന്നെ പൂർത്തിയാക്കി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഒരു ഘട്ടം പൂർത്തിയാക്കി അവരുടെ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷനിലേക്ക് പോകുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ഈ മുന്നേറ്റത്തെ തടുക്കാൻ കോൺഗ്രസിനാകുന്നില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം പാളി എന്ന വിമർശനം മുതിർന്ന നേതാക്കൾക്ക് അടക്കമുണ്ട്. അണികളും വല്ലാത്ത തരത്തിലുള്ള അതിർത്തിയും ആശങ്കയും അറിയിക്കുന്നു. അതുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു കുഴഞ്ഞുമറിഞ്ഞ, നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ ഒരു കുഴഞ്ഞുമറിഞ്ഞ അന്തരീക്ഷം കേരളത്തിലെ കോൺഗ്രസ് അഭിമുഖീകരിക്കുകയാണ്. അതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ പത്മജ വേണുഗോപാലിൻ്റെ BJPയിലേക്ക് പോകാനുള്ള തരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. സിബി സൂചിപ്പിക്കുന്നത് ഏകദേശം അത്തരത്തിലുള്ള വാർത്തകൾ ദില്ലിയിൽ നിന്ന് വരുന്നുണ്ട്. സിബിയും പറയുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി വന്നാൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാവ്യ.